പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ചില ജനറൽ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജെസ്സി തോമസ്. ആദ്യത്തെ ചോദ്യം, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചങ്ങലയായി അറിയപ്പെടുന്ന പുസ്തകങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും. രണ്ടും 27-ാമത്തെ പുസ്തകവും രണ്ടും പ്രവചനവുമാണ്. അടുത്ത ചോദ്യം, നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളിയെങ്കിൽ ദുഷ്ടന്മാരുടെ ഹൃദയം എന്താണ്? ഉത്തരം നിസ്സാരം. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, തിന്നപ്പോൾ വായിൽ തേൻ പോലെ മധുരവും തിന്നുകഴിഞ്ഞപ്പോൾ വയറ്റിൽ കയ്പുമായി തീർന്നത് എന്താണ്? ഉത്തരം ദൂതൻ്റെ കയ്യിലിരുന്ന ചെറുപുസ്തകം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ശമിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം ഉഗ്രകോപത്തെ. സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യേഹു വില്ലു കുലച്ച് ഭുജങ്ങളുടെ നടുവെ എയ്തത് ആരെയാണ്? ഉത്തരം യോരാമിനെ. 2 രാജാക്കന്മാർ 9-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയത് ആരാണ്? ഉത്തരം മോശെ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കയ്പുള്ളതൊക്കെയും മധുരമായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം വിശപ്പുള്ളവന്. സദൃശ്യവാക്യം 25-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മടിയിൽ കിടന്നുറങ്ങി ചതിക്കപ്പെട്ടയാൾ ആരാണ്? ഉത്തരം ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, തേൻകട്ട ചവിട്ടിക്കളയുന്നത് ആരാണ്? ഉത്തരം തിന്ന് തൃപ്തനായവൻ. സദൃശ്യവാക്യങ്ങൾ 27-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, ഇസ്രായേൽ എവിടെ പാർക്കുമ്പോഴാണ് മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്തത്? ഉത്തരം ശിത്തീമിൽ. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്ന താഴ്വര ഏതാണ്? ഉത്തരം സിദ്ദീം താഴ്വര. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കൊസ്ബി ആരുടെ മകളാണ്? ഉത്തരം സൂരിൻ്റെ. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ ബിലയാമിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഉത്തരം വാൾ കൊണ്ട് കൊല്ലപ്പെട്ടു.
യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നത് ആരുടെ ഹൃദയമാണ്? ഉത്തരം: ജ്ഞാനിയുടെ ഹൃദയം. സഭാപ്രസംഗി 8-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം: നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ ആളുകളിൽ ബാൽപേരിനോട് ചേർന്നവരെ കൊല്ലുവിൻ എന്ന് മോശ ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ഇസ്രയേൽ ന്യായാധിപന്മാരോട്. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ദാവീദ് ഉപ്പ് താഴ്വരയിൽ വെച്ച് എത്ര അരാമ്യരെയാണ് സംഹരിച്ചത്? ഉത്തരം: 18,000. 2 ശമൂവേൽ 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഫിനെഹാസ് മിദ്യാന്യ സ്ത്രീകളോടുകൂടി കൊന്ന ഇസ്രായേലിൻ്റെ പേരെന്താണ്? ഉത്തരം: സിമ്രി. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: കൽപ്പനകളെ കൈക്കൊള്ളുന്നത് ആരാണ്? ഉത്തരം: ജ്ഞാനഹൃദയൻ. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഫിനെഹാസ് കൊന്ന സിമ്രി ഏതു ഗോത്രക്കാരനായിരുന്നു? ഉത്തരം: ശിമെയോൻ ഗോത്രം. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 14-ാം വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.